നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാശനി മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അത് മാർച്ച് 28 വരെയാണ്. കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് മാർച്ച് 28 കടക്കുകയാണ്. ഒരു രാശിയിൽ ഏറെക്കാലം നിൽക്കുന്ന ഒരു ഗ്രഹം ശനിയാണ്. 2.5 വർഷക്കാലമാണ് ഏകദേശം ശനി ഒരു രാശിയിൽ നിൽക്കുക. ശനി സ്വക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് വിട പറയുമ്പോൾ അത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കൂറുകാർക്കും നേട്ടങ്ങളാണോ ഗുണമാണോ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശനി സ്വന്തം രാശിയിൽ നിന്ന് സ്വാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിയിലേക്കാണ് മാറുന്നത്. നല്ലത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാരുടെയും അവരുടെ ഗുണദോഷങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഓരോ രാശിക്കൂറുകാരും അറിഞ്ഞിരിക്കേണ്ട ശനിമാറ്റത്തിന്റെ ഫലങ്ങളും അവർ ഏതൊക്കെ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം വീഡിയോ നമുക്ക് പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ശനിയുടെ രാശിപ്പകർച്ച മാത്രം കൊണ്ട് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ജാതകം അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ വിലയിരുത്തുക അസാധ്യമാണ്. മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ചേർത്ത് വേണം അപ്രകാരം വിലയിരുത്താൻ. ഇത് ശനിയുടെ രാശിമാറ്റ ഫലം മാത്രമാണ് എന്നുള്ള അറിവോടുകൂടി ആയിരിക്കണം ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കേണ്ടത്. ഏതായാലും ശനിയുടെ ഈ മഹാരാശിമാറ്റം ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതലായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വിലയിരുത്തുക. ഇപ്പോൾ നമുക്ക് കന്നിക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. കണ്ടകശനിയാണ്. ആദ്യം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഒന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കണ്ടകശനി മൂലമുള്ള പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ എടുത്തൊന്ന് പറയാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശനി കണ്ടകശനിയാണ്. 7ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വഴിവിട്ട ബന്ധങ്ങൾ, ദൂരദേശ ഗമനങ്ങൾ എന്നിവയൊക്കെ ഫലമായി പറയാം. വീട് വിട്ടുള്ള താമസമാണ് ഫലം. എന്നാൽ വീട് നിർമ്മിക്കാനൊക്കെ അനുകൂല സമയമാണ്. മക്കളുടെ വിവാഹ കാര്യത്തെക്കുറിച്ചും ആലോചിക്കാൻ പറ്റിയ സമയമാണ്. കൂടാതെ ഭാര്യാഭർത്തൃ വിയോഗം, കടബാധ്യതകൾ, ജനങ്ങളുമായി ശത്രുത, സഞ്ചാരം, ദുഃഖം, അപവാദങ്ങൾ, ഭൂമി നഷ്ടം, അഭിമാനഹാനി, സ്ഥാനഭ്രംശം ഇവയൊക്കെ 7ലെ കണ്ടകശനി മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഇനി കന്നിക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഒന്ന് പറയാം. കന്നിക്കൂറുകാർ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് കുടുംബകാര്യങ്ങളിലാണ്. അതിൽ വീഴ്ചയുണ്ടാകാതെ ശ്രദ്ധിക്കുക. അടുത്തു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ പോലും അകന്നു മാറി നിന്നേക്കാം. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷവും സഹവർത്തിത്വവും ഒക്കെ പുലർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. മാനസികമായി നല്ല കരുത്ത് നേടാനുള്ള സാഹചര്യത്തെ സൃഷ്ടിച്ചെടുക്കുക. വെല്ലുവിളികളൊക്കെ ശക്തമായി നേരിടുക. അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുന്നതിന്റെ പേരിൽ ശത്രുക്കൾ വർദ്ധിച്ചേക്കാം. ക്രമവിരുദ്ധമായി ഒന്നും ചെയ്യാതിരിക്കുക. ശനി ന്യായത്തിന്റെ കൂടി ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അന്യായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. കൂടാതെ ധനത്തിന്റെ വിലയറിഞ്ഞ് ചെലവാക്കുക. ചുമതലകളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികളായിട്ടുള്ളവർ കഠിനാധ്വാനം ചെയ്യുക. അതിലൂടെ ഫലം കണ്ടെത്താൻ സാധിക്കും. കൂടാതെ അഹംഭാവ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ആത്മവിശ്വാസത്തോടു കൂടി പോയാൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കന്നിക്കൂറുകാർ അതീവ ജാഗ്രത പുലർത്തേണ്ട ഏതാനും കാര്യങ്ങളെ കൂടി പറയാം. കടബാധ്യതകൾ വർദ്ധിക്കാൻ ഇടയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ചെലവുകൾ ചുരുക്കുക എന്നർത്ഥം. കൂടാതെ പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മഹാശനി മാറ്റവുമായി ബന്ധപ്പെട്ട് കന്നിക്കൂറുകാരെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.